ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദൂസ് ബ്യൂട്ടി വേൾഡ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. കുറേ ദിവസമായി ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പറ്റുന്നില്ല. കാരണം എനിക്ക് മോളുടെ ഒരു ക്ലാസ്സൊക്കെ എൻ്റെ ഫോണിൽ വരുന്നതാണ്. ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാം വരുന്നതാണ്, എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ ക്ലാഷായി പോകുന്നു. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോർട്ട് വീഡിയോ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഷോർട്സൊക്കെ ഞാനിപ്പോൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മളുടെ എന്താ പറയുക, മുടിയിലേക്ക് വേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പാക്കായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ തീർച്ചയായിട്ടും മുടി നീളം വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, മുടി നന്നായിട്ട് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ, എന്താ പറയുക, മുടിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരരുതെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇതെന്ന് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ ശ്രമിക്കാം. തീർച്ചയായും യൂസ്ഫുള്ളായ വീഡിയോ തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഫുള്ളായിട്ട് കാണാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാനത് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് ഒന്ന് പോയി കണ്ടിട്ട് വന്നോളൂ. അപ്പോൾ ഇതേ നമ്മളുടെ ഇന്നത്തെ ഹെയർ പാക്ക് ഇതാണ് ഞാനത് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും പരിചയമുള്ളതും എന്താ പറയുക, ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള 2-3 ഐറ്റമാണ് നമ്മൾ ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതിൽ നമ്മളിനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം ഇതെന്താണെന്ന് ഞാൻ പറയാം. നമ്മളുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളത്തിൽ ഞാൻ ഉലുവയും എള്ളും കൂടിയിട്ട് കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ലൊരു പാക്കായിട്ടോ അല്ലെങ്കിൽ താളിയായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ പാക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ താളിയായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ പറയുന്ന അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, 4ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് എന്താ പറയുക അടിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് ഒരു തുണിയിൽ അരിച്ച് വേണം നിങ്ങളിത് എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ എന്താ പറയുക, ഈ പാക്ക് ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് ഒരു ആഷ് കളർ പോലെയാണ് നമുക്ക് ആ കളർ കിട്ടിയിട്ടുള്ളത്. ആ എള്ളിൻ്റെയൊക്കെ ഒരു കളറാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് എത്രത്തോളം മുടിക്ക് നല്ലതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എള്ള് നമ്മളുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. മുടി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കത്തിനും. പിന്നെ ഉലുവയുടെ ഗുണങ്ങളും നമുക്ക് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. നമുക്ക് മുടി ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർക്കും എന്താ പറയുക, മുടി ഒരു താരനൊന്നും ഇല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഒരുപാട് വളരാനും ഒക്കത്തിനും നമ്മളെ ഒരുപാട് സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണ്. അപ്പോൾ ഇതിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ടെന്ന്. ഇത് ഞാൻ എൻ്റെ ഹെയർ പാക്കിൽ ഒന്നിലും തന്നെ മിസ് ചെയ്യാറില്ല. നമ്മളുടെ ആവണക്കെണ്ണയാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവണക്കെണ്ണ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലാണ് അത് ശരിയായ രീതിയിലാവുന്നത് എന്നൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഹെയർ പാക്കിലൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ ഹെയർ ഓയിലിൻ്റെ കൂട്ടത്തിലായാലും ഒന്ന് എന്താ പറയുക ഉൾപ്പെടുത്താനും ശ്രമിക്കുക. ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിനിത് മുടിയിൽ, സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ട് സാധാരണ പോലെ നമ്മളുടെ ഈ ഒരു ബോട്ടിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതൊരു എന്താ പറയുക, ഒരു ആഷ് കളർ പോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു എള്ളിൻ്റെയൊക്കെ കളറല്ലേ. അപ്പോൾ ഇത് എത്രത്തോളം മുടിക്ക് നല്ലതാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തിയാണെന്ന് പറഞ്ഞാൽ എള്ള് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതും അതേപോലെ തന്നെ നമ്മളുടെ പുറമേ മുടിയിൽ തേക്കുന്നതും മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ്. നിങ്ങൾ മുടി വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ഇപ്പോൾ എള്ള് കഴിക്കാൻ തന്നെ ഇല്ല, അപ്പോൾ ഇങ്ങനെ നമ്മൾ പാക്കിനൊക്കെ ഉപയോഗിക്കുക എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തേ മതിയാവും. പിന്നെ
നിങ്ങൾക്ക് കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ദിവസം നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ വീതം, ഒരുപാട് കഴിക്കേണ്ട, ഒരു ചെറിയ ടീസ്പൂൺ വീതം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ടീസ്പൂൺ വീതം കഴിക്കാവുന്നതാണ്. വേറെ കുഴപ്പങ്ങളൊന്നും വരില്ല. നല്ല ഹെൽത്തിയാണ്. മറ്റുള്ള പല പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരവുമാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇത് തലയിൽ അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ സാധാരണ ഇതുപോലെ ഒരു ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരുപാട് വേസ്റ്റ് ഒന്നും ആവില്ല. കയ്യിൽ നമ്മൾ എടുത്തിട്ട് തേക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വേസ്റ്റായി പോകും. ഞാൻ എൻ്റെ തലയിൽ ഓയിൽ കുറച്ച് കുറേ ചെറിയ അളവിൽ തേച്ചിട്ടേ ഉള്ളൂ. ഉണ്ട് എൻ്റെ തലയിൽ ഓയിൽ. നിങ്ങൾ തേക്കുമ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് തേക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളിതിൽ കാസ്റ്റർ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ തലയിൽ ഓൾറെഡി ഓയിലും കൂടി ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ അധികം ഓയിൽ ചേർത്തിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടില്ല എൻ്റെ തലയിൽ. നിങ്ങൾ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ഓയിലൊന്നും തേക്കാൻ ശ്രമിക്കട്ടോ. കാരണം നമ്മൾ എന്ത് പാക്ക് ഉപയോഗിക്കുമ്പോഴും ഓയിൽ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ ഇത് ഫുൾ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഫുൾ ഹെയറിലും സ്കാൽപ്പിലും തേച്ചിട്ട് നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു 20 മുതൽ അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. എള്ളൊക്കെ അല്ലേ, നല്ല വിലയൊക്കെയുള്ള സാധനങ്ങളല്ലേ, കുറച്ച് അധികം നേരം നമ്മുടെ തലയിൽ പിടിച്ചോട്ടെ അല്ലേ. വേറെ കുഴപ്പമൊന്നും വരില്ല. നിങ്ങൾക്ക് ഈ നീർക്കെട്ട് പോലുള്ള തലവേദന, വെള്ളം തലയിൽ നിന്നാൽ നമുക്ക് തലവേദനയൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം വെച്ചാൽ മതി. ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിക്കുക. അതല്ലെങ്കിൽ മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്ലെയിൻ വാഷ് തന്നെ ചെയ്യുക. നിങ്ങൾ പാക്ക് ഉപയോഗിക്കാത്ത ദിവസം ഉണ്ടല്ലോ, നിങ്ങൾ പാക്ക് ഉപയോഗിക്കാത്ത ദിവസം നിങ്ങൾ നന്നായിട്ട് ഒരു ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് ഒരു എന്താ പറയുക, നല്ല ഷാമ്പു ഇട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ അതല്ലാതെ നിങ്ങൾ പാക്ക് ഇടുന്ന ദിവസങ്ങളിൽ മാക്സിമം ഷാമ്പു ഉപയോഗിക്കാണ്ട് ഇരിക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും എൻ്റെ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ അവസാനമായി കണ്ടവർക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ.